മക്കളെ, ഇന്ന് നമ്മൾ ചട്പട് ഓർ നടുക്കട് എന്ന ചാപ്റ്ററിലെ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ താഴോട്ട് ഇവിടെ നിങ്ങൾക്ക് ഗ്രാമർ പാർട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ എഴുതിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം നമുക്ക് ആൻസർ എഴുതിയത് കാണിച്ചു തരാം. നടുക്കട് കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹേ, ഐസാ ക്യോം കഹാ ഗയാ ഹേ. നടുക്കട് കുറച്ച് കൂടുതൽ നടുക്കടാണ്. അതായത് നടുക്കട് വല്ലാത്ത വികൃതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നടുക്കട് വല്ലാതെ വികൃതിയുള്ള കുട്ടിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഴുതിയത് നോക്കാം. लड़कड़ स्कूल जाते समय बरगद की जड़ों पर झूलता है. നടുക്കട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബർഗദ് ആൽമരത്തിന്റെ വേര് പിടിച്ച് ആടുന്നു. ജൂൽന്ന് പറഞ്ഞാൽ ആടുക, ജൂൽത്താഹെ ആടുന്നത് താന്നാണ് കേട്ടോ. ജൂൽത്താഹെ ബാഗ് മേം കൂത് കർ ആം യാ അമരൂദ് തോടുത്താഹെ. തോട്ടത്തിൽ കയറിയിട്ട് മാങ്ങയും പേരക്കയും പറിച്ചെടുക്കുന്നു. നാലേക്കോ ഇതർ ഉദർ ചലാങ്ക് മാർത്താഹെ. തോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുതിച്ച് ചാടുന്നു. തോ ചട്പട്ട് ബി ടീക്ക് സമയ പർ സ്കൂൾ നഹീ പഹുഞ്ച് പാത്താ ഹെ. അതുകൊണ്ട് തന്നെ ചട്പടിന് കൃത്യസമയത്ത് സ്കൂളിൽ എത്താൻ പോലും സാധിക്കുന്നില്ല. ചട്പടിനെ പോലും നടുക്കട് എന്ത് ചെയ്യുന്നു? നേരം വയ്ക്കുന്നു അല്ലേ? സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട്, കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നടുക്കട് കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിനെ ഷോർട്ടായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നടുക്കട് സ്കൂൾ ജാത്തെ സമയ കൈ ശരാരത്തേം കർത്താ ഹേ. കൈ ഇവിടെ മുതൽ ഇവിടെ ഉള്ളതിന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മുതൽ ഇവിടം വരെ കേട്ടോ. അത് ഷോർട്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നടുക്കട് സ്കൂൾ ജാത്തെ സമയ കൈ ശരാരത്തേം. അത് കൈ ശരാരത്തേം പറഞ്ഞാൽ പല വികൃതികളും ചെയ്യുന്നു. കൈ ശരാരത്തേം, കൈ ശരാരത്തേം കർത്തി ഹേ. കൈ ശരാരത്തേം പല വികൃതികൾ. ശരാരത്തേം ശരാരത്തേം कई शरारतें करती है, करती है. तो चटपट भी ठीक समय पर स्कूल नहीं पहुंच पाता. അവൻ പല വികൃതികളും ചെയ്യുന്നത് കൊണ്ട് തന്നെ ചട്പടിന് പോലും കൃത്യസമയത്ത് സ്കൂളിലെത്താൻ സാധിക്കുന്നില്ല. ഇസിലിയേ നടുക്കട് കുച്ച് സ്യാദാഹി നടുക്കട് ഹേ. ഇതുകൊണ്ടാണ് നടുക്കട് കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം, ഇങ്ങനെയും എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക. ഇനി രണ്ടാമത്തത് നോക്കാം. और बड़ों को तो छोटे का ध्यान रखना ही पड़ता है. माम के इस कदम से आप क्या समझते हैं? മുതിർന്നവര് എന്ത് ചെയ്യണം? താഴെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഈ കഥൻ പറഞ്ഞ അഭിപ്രായം, അമ്മയുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു എന്നാണ് ചോദിച്ചത്. ഏത് സഹീഹേ, അമ്മയുടെ അഭിപ്രായം എന്താണ്? ശരിയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. ചോട്ടോക്കോ ധ്യാൻ രഖ്ന ബഡോ കാ ഭി സിമ്മേദാരി ഹേ. താഴെയുള്ള കുട്ടികളെ, ചെറിയവരെ ശ്രദ്ധിക്കേണ്ടത്, ചെറിയവരെ നോക്കേണ്ടത് മുതിർന്നവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. മുതിർന്ന കുട്ടികളുടെ കൂടെ ചേട്ടന്മാരുടെ അല്ലെങ്കിൽ ചേച്ചിമാരുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് എന്ത്? താഴെയുള്ള കുട്ടികളെ നോക്കുക എന്നത്. അതാണ് അതിൽ നിന്നും മനസ്സിലായത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോം ने एक उपाय किया और क्या क्या उपाय हो सकते. ഈ വസ്ത്രം ഉണങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സഹോദരങ്ങളും കൂടെ ഒരു ഉപായം കണ്ടെത്തിയല്ലോ. ആ ഉപായം എന്തായിരുന്നു നമുക്ക് നോക്കാം.
दोनों हाथ पकड़कर साथ साथ दौड़ने को उपाय किया. രണ്ടുപേരും കൈ പിടിച്ച് ഒന്നിച്ച്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൈ പിടിച്ചിട്ട് ഓടുക അല്ലെ, ഒന്നിച്ച് ഓടുക. അങ്ങനെ ഒരു ഉപായമാണ് അവര് കണ്ടെത്തിയത്. ഇനി അടുത്തത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ ബോക്സിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് എന്താണ്, ഇതുപോലെയുള്ള ഗ്രാമർ പാട്ടാണ് നോക്കാനുള്ളത്. കഹാനി കെ പാത്രോं की വിശേഷതായം പഹചാനെ സഹി മിലാൻ കരീം. കഹാനി കെ പാത്രോं की കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷതകൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. സഹി മിലാൻ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടുക്കെടുക്കോ, നടുക്കെടുക്കോ മാർക്ക് ചെയ്തത് കാണിച്ചു തരാം. നടുക്കട് കഴിഞ്ഞിട്ട് കോ ചേർക്കുക. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ കോ ചേർത്തിട്ട് എഴുതാം. അതങ്ങനെ കള്ളിയിൽ വെച്ച് കണ്ടോ. ബാക്കിയുള്ളത് കോ ചേർക്കേണ്ട ആവശ്യമില്ല. കോ ചേർത്ത് പറയാൻ പറ്റിയതല്ല, ഈ രണ്ടെണ്ണമാണ് കോ ചേർത്തിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പം നടുക്കെടുക്കോ കാഗസ് കീ നാവ് ബനാന ആത്താ ഹെ അല്ലേ, അങ്ങനെയാണ് വരിക. നടുക്കടിന് എന്തറിയാമായിരുന്നു, കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു. അവൻ കടലാസ് തോണി ഉണ്ടാക്കി പുഴയിലിട്ടു അല്ലേ. പിന്നെ ചട്പടോ, ചട്പടുക്കോ നദി മേം തൈർന ആത്താ ഹെ. ജഡ്പടിന് എന്തറിയുമായിരുന്നു, നദിയിൽ നീന്താൻ അറിയുമായിരുന്നു. ഇനി ഇതാരാണ്, ബാഗ് ആം തോടുത്താ ഹെ, അതാരാണ് ചെയ്യുന്നത്, നടുക്കടാണ് അല്ലെ. നടുക്കട് ബാഗ് സേ ആം തോടുത്താ ഹെ. മാംസേ ശിക്കായത്ത് കർത്താ ഹെ ആരാണ്, ചട്പട് മാംസേ ശിക്കായത്ത് കർത്താ ഹെ. ബർഗദിക്ക് ജഡേം പക്കഡ്കർ ജൂല ജൂൽത്താ ഹെ, അതാരാണ്, ആൽമരത്തിന്റെ വേര് പിടിച്ചാടി കളിക്കുന്നത് ആരാണ്, നടുക്കട് അല്ലെ. നടുക്കട് ബർഗദിക്ക് ജഡേം പക്കഡ്കർ ജൂല ജൂൽത്താ ഹെ. ചോട്ടേ കാ ഹാത്ത് പക്കഡ്കർ ദൗഡാത്താ ഹെ. ചെറുതിന്റെ കയ്യും പിടിച്ച് ഓടിപ്പിക്കുന്നത് ആരാണ്, ജഡ്പടാണ് അല്ലേ. അപ്പൊ അത്രയാണ് എഴുതിയത്. കാണിച്ചു തരാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. നടുക്കട് ചെയ്ത കാര്യങ്ങൾ, നടുക്കടിനെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ജഡ്പടിനെ കുറിച്ച് 3 എണ്ണമാണ്. 2 പേർക്കും 3 വീതമാണുള്ളത്. അത് രണ്ടും ഒരാളത് 3 എണ്ണം ഒന്നിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ജഡ്പടിൻ്റെത് 3 എണ്ണം ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഇത് പല രീതിയിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ, അവൻ നടുക്കട് ചെയ്ത കാര്യവും ചട്പടി ചെയ്ത കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. നടുക്കടുക്കോ കാഗസ് കി നാവ് ബനാന അത്താഹെ. നടുക്കടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു. നടുക്കട് ബാഗസേ ആം തോർത്താഹെ. നടുക്കട് തോട്ടത്തിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചെടുക്കുന്നു. നടുക്കട് ബർഗദയ്ക്ക് ജഡയം പക്കഡ്കർ ജൂല ജുൽത്താഹെ. നടുക്കട് ആൽമരത്തിന്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടുന്നു. ചട്പടുക്കോ നദീമേ തറണ ആത്താഹെ. ചട്പടിന് നദിയിൽ നീന്താൻ അറിയുമായിരുന്നു. ചട്പട് മാംസേ ശിക്കായത്ത് കർത്താഹെ. ചട്പട് അമ്മയോട് പരാതി പറയുന്നു. ചട്പട് ചോട്ടേക്ക ഹാത്ത് പക്കഡ്കർ ദൗഡാത്താഹെ. ചട്പട് ചെറുതിന്റെ കയ്യും പിടിച്ച് ഓടിപ്പിക്കുന്നു. സ്കൂളിലേക്ക് പോകാൻ വൈകുന്ന സമയത്ത് കൈ പിടിച്ച് ഓടുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത കഹാനീസെ ശബ്ദ ജോടെ ചുനേം അപ്പനെ വാക്യമേം പ്രയോഗ കരേം. ഇവിടെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച കഥയുണ്ട്. ആ കഥയിൽ നിന്നും ചട്പടിന്റെ നടുക്കടിന്റെ കഹാനി നമ്മൾ പഠിച്ചു അല്ലേ. ആ കഥയിൽ നിന്ന് ശബ്ദ ജോഡെ എടുക്കാനാണ് പറഞ്ഞത്. ജോഡികൾ, ശബ്ദ ജോഡിയാണിത്. സാത്ത് സാത്ത് കണ്ടോ. അതുപോലെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി എടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഓക്കെ, മലയാളത്തിലില്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കണം. साथ साथ पढ़ते और साथ साथ ही खेलते. भाई और മേം സഹോദരനും ഞാനും ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് കളിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. സാത്ത് സാത്ത്. ഓക്കെ, അതുപോലെയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതിയതാണ് ഇവിടെ ഉള്ളത്. നോക്കണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കൂടെ നോക്കുക. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. തേസ് തേസ്, ധീരെ ധീരെ, ബാർ ബാർ, ഏക്ക് ഏക്ക്, ഇതില്ല കേട്ടോ, ഏക്ക് തക്ക് എന്നാണ് ഇവിടെ, അതില്ല. ഏക്ക് ഏക്ക്. ഓക്കെ, ഏക്ക് ഏക്ക്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. തേസ് തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡില്, ധീരെ പതുക്കെ, ബാർ ബാർ നിരന്തരം തുടർച്ചയായി, ഏക്ക് ഏക്ക്, ഏക്ക് ഏക്ക് ഓരോന്നായി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇനി വാക്യത്തിൽ പ്രയോഗിക്കാൻ പോവുകയാണ്. മേ സ്കൂൾ ജാത്തേ സമയം തേസ് തേസ് ചൽത്താതാ. ഒന്നാമത്തത് എന്താണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വേഗം നടക്കുമായിരുന്നു. തേസ് തേസ് ചൽത്താതാ ഒന്ന്. ഇനി രണ്ടാമത്തത്, ബൂട്ടീനെ ധീരെ ധീരെ ചല. വൃദ്ധ പതുക്കെ പതുക്കെ നടന്നു. വൃദ്ധ എങ്ങനെയാണ് നടന്നത്, വളരെ
പതുക്കെ നടന്നു. അതാണ് സെന്റൻസ് ആക്കിയത്. ധീരെ ധീരെ വെച്ചിട്ട് സെന്റൻസ് ആക്കിയതാണ്. അടുത്തത് മൂന്നാമത്തത് ബാർ ബാർ എന്ന് വെച്ച് സെന്റൻസ് ആക്കിയതാണ്. വഹ് ബാർ ബാർ ബോല, അവൻ നിരന്തരം പറഞ്ഞു. അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ. വഹ് ബാർ ബാർ ബോല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഇനി നാലാമത്തത് വഹ് മിഠായിയാം ഏക്ക് ഏക്ക് കർക്കെ മുഹ് ഡാല, അവൻ മിഠായികൾ ഓരോന്നായെടുത്ത് വായിലേക്ക് ഇട്ടു. അവൻ ഓരോ മിഠായികളെടുത്തും ചെയ്തു വായിലിട്ടു എന്ന്. വഹ് മിഠായിയാം ഏക്ക് ഏക്ക് കർക്കെ മുഹ് ഡാല, അവൻ മിഠായികൾ ഓരോന്നായി എടുത്തിട്ട് വായിലിട്ടു. അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് വാക്യത്തിൽ പ്രയോഗിച്ചതാണ് ഇവിടെ 4 അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ചട്പടുക്കോ തൈർന ആത്താഹേ, നടുക്കടുക്കോ നാവ് ബനാന ആത്താഹേ, ലിഖിയേ ആപ്കോ ക്യാ ക്യാ ആത്താഹേ. നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നു. ചട്പടിന് നീന്താൻ അറിയുമായിരുന്നു. നടുക്കടിനോ കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു. എഴുതൂ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം. ഇവർക്ക് 2 പേർക്കും, ഒരാൾക്ക് നീന്താനും അറിയാം, ഒരാൾക്ക് കടലാസ് തോണി ഉണ്ടാക്കാനും അറിയാം. നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം എഴുതൂ എന്നാണ് പറഞ്ഞത്. മുജേ സൈക്കിൾ ചലാന ആത്താഹെ, ഉദാഹരണമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി നമ്മൾ അതുപോലെ ഏകദേശം ഊഹിച്ച് എഴുതുക, എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് മുജേ കാർ ചലാന ആത്താഹെ, എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. മുജേ പേട് പർ ചടന ആത്താഹെ, എനിക്ക് മരത്തിൽ കയറാൻ അറിയാം. മുജേ ഭോജൻ ബനാന ആത്താഹെ, എനിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ അറിയാം. മുജേ ലിഖ്ന ആത്താഹെ, എനിക്ക് എഴുതാൻ അറിയാം. മുജേ ഗാന ആത്താഹെ, എനിക്ക് പാടാൻ അറിയാം. മുജേ ദൗഡന ആത്താഹെ, എനിക്ക് ഓടാൻ അറിയാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നിങ്ങൾ എഴുതേണ്ടത്. 6 എണ്ണം, 3, 2, 5 എണ്ണം തന്നിട്ടുണ്ട്. ഈ 5 എണ്ണത്തിൽ എത്ര എണ്ണമാണോ ശരി അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം ഇത് വായിച്ചു നോക്കി മീനിങ് മനസ്സിലാക്കിയിട്ട് ശരിയുള്ളതിനെ മാത്രം നിങ്ങൾ എഴുതുക. അപ്പം നമുക്ക് വായിക്കാം. ദോനോ ബായി അപ്പനെ ഗാവും മേം സ്കൂൾ മേം പഠിത്തേ ഹെ, ദോനോ ബായി അപ്പനെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേ ഹെ. 2 സഹോദരങ്ങളും സ്വന്തം ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചത്. ശരിയാണോ? ശരിയല്ല, അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല അല്ലെ, പിന്നെ അവരെങ്ങനെ അവിടെ പഠിക്കും? അടുത്തത് നടുക്കടുക്കോ ഗിട്ടി പൗരാന ആത്താഹെ, നടുക്കടിന് ഗിട്ടി, കല്ലിങ്ങനെ വെള്ളത്തിലേക്ക് എറിയുന്നത് ലാസ്റ്റ് അല്ലേ, ഗിട്ടി പൗരാന അറിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ശരിയാണ്. നടുക്കട് വികൃതിയാണ്, അവന് കല്ല് വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് തുള്ളിച്ച് വിടാനൊക്കെ അറിയുമായിരുന്നു. നടുക്കട് ഹമേശ രോത്തേ ഹുയെ സ്കൂൾ ആത്താതാ, നടുക്കട് എപ്പോഴും കരഞ്ഞോണ്ടാണ് സ്കൂളിൽ പോവുക. അങ്ങനെയാണോ? നമ്മളെ പാഠത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെ പറയണില്ല അല്ലേ, കരഞ്ഞോണ്ട് സ്കൂളിൽ പോണ കാര്യം. ബഡാ ബായി പാഞ്ചവിയും കക്ഷാമയും പഠിത്താഹെ, ശരിയാണ് അല്ലേ. വലിയ സഹോദരൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ആ പാഠത്തിൽ പഠിക്കുന്നത് അതാണ്. ചട്പടുക്കോ സ്കൂൾ കെ രാസ്തേമേ കൈ ബാർ ചോട്ടേക്ക എന്തസാർ കർണ പഠിത്താഹെ, ചട്പടിന് സ്കൂളിലെ വഴിയിൽ പല പ്രാവശ്യമായിട്ട് ഈ അനിയൻ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ശരിയാണല്ലേ, അവൻ വികൃതിയാണ്, വളരെ പിന്നിലായിട്ടാണ് വരിക. അപ്പോൾ ഏട്ടൻ അവനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു. അപ്പം 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. 1 നടുക്കടി ഗിട്ടി പൗരാന, 2 ബഡാബായി പാഞ്ചവിയും കക്ഷ, ചട്പട് സ്കൂൾ രാസ്തെ. ഇത് 3 എണ്ണം കേട്ടോ. എഴുതിയത് കാണിച്ചു തരാം. എഴുതിയിട്ടുണ്ട്. അതാണ് നടുക്കടുക്കോ ഗിട്ടി പൗരാന ആത്താഹേ, बड़ा भाई पांचवी कक्षा में पढ़ता है, चटपट को स्कूल के रास्ते में कई बार ചോട്ടെ का इंतजार करना पड़ता है. ഓക്കെ, അത് 3 ശരിയായിട്ടുള്ളത്. ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുഭവ ബാണ്ഡേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുഭവം എഴുതാൻ. चटपट और नड़कड़ी एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटें. ചട്പടും നടുക്കടും ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്കും, മറ്റേയാൾക്ക് അറിയണത് ഇയാൾക്കും പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ. ഒരാൾക്ക് എന്താണ് നീന്താൻ അറിയാം, മറ്റേയാൾക്ക് എന്തറിയാം, മറ്റേയാൾക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അവർ 2 പേരും പരസ്പരം ഒരാൾക്ക് അറിയുന്നത് മറ്റേയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും, അയാൾക്ക് അറിയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇസി പ്രകാർക്ക ആപ്കാ കൊയ് അനുഭവ ബാണ്ടെ, ഇപ്രകാരത്തിൽ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കുവെക്കുക എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എഴുതണം. എന്ത് ചെയ്യുക, നിങ്ങളുടെ അനുഭവം എഴുതുക.
അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതുക. ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കി എഴുതണം. മനസ്സിലായോ? നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതുക. ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി എഴുതുക. കഥയൊക്കെ എഴുതുമല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം എടുത്തിട്ട് ഉണ്ടാക്കി എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതിയത് കാണിക്കാം. ഞാനൊരു ഉണ്ടാക്കി എഴുതിയതാണ് ഇവിടെ. दूसरी कक्षा में पढ़ते समय मुझे സൈക്കിൾ ചലാന പസന്ത് താ. എന്താണ്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ലേക്കിൻ മുझे ഡർ ദാ, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. തോ ഡർ കെ ബിന പേട് പർ ചढ़ता था. എന്തായിരുന്നു പേടി? സൈക്കിൾ ഓടിക്കാൻ പേടിയായിരുന്നു അല്ലേ? തോ ഡർ കെ ബിന പേട് പർ ചढ़ता था, പക്ഷെ പേടിയില്ലാതെ മരത്തിൽ കയറുമായിരുന്നു. ആര്? ഈ കുട്ടി. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കക്ഷാമേ പഠിത്തേ സമയം മുझे, എനിക്ക് എഴുതുന്ന കുട്ടി ആരാണോ ആ എഴുതുന്ന കുട്ടിക്ക്, മുझे എന്നാണല്ലോ പറഞ്ഞത്, എനിക്ക്, ഇത് എഴുതുന്ന കുട്ടിക്ക്. ഇപ്പൊ എഴുതിയത് ഞാനാണ്, ഉണ്ടാക്കി എഴുതിയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന രീതിയിൽ എഴുതാം. അങ്ങനെ മരത്തിൽ കയറാൻ പേടിയില്ല, സൈക്കിൾ ഓടിക്കാൻ പേടിയായിരുന്നു, പക്ഷെ മരത്തിൽ പേടിയില്ലാതെ കയറുമായിരുന്നു. ഏക് ദിൻ മേരാ ദോസ്ത് കേശവിനെ, കേശ എന്നാണ് കേട്ടത്, രാ പോലെയാണ് വന്നത്, ഇത് ഷാ എന്നാണ് കേട്ടോ മക്കളെ. കേശവിനെ കഹാ കി വഹ് മുझे സൈക്കിൾ ചലാന സിക്കായി. എന്താണ്? ഒരു ദിവസം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള കേശവ് പറഞ്ഞു, അവൻ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇസ്കേ ബദലേ അതിന് പകരം മേം ഉസേ പേട് പർ ചढ़ने को सीखना चाहिए. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവനെ മരം കയറുന്നത് പഠിപ്പിക്കണം. ഇവിടെ ചാഹിയേ, ഇവിടെ സ്റ്റോപ്പാണ് കേട്ടോ. ചാഹിയേ എന്ത് ചെയ്യണം? ഞാൻ അതിന് പകരം അവനെ മരം കയറ്റം പഠിപ്പിക്കണം. ഹം ദോനോ ഏക് ദൂസരോ കോ സിഖാനെ കാ വാദാ കിയ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പഠിപ്പിക്കാനുള്ള ഒരു വാഗ്ദാനം ചെയ്തു. രണ്ടുപേരും അറിയാവുന്നത് പരസ്പരം പഠിപ്പിക്കാം എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. ഓക്കെ, അപ്പം അത് നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് എഴുതുക. അതുപോലെ നിങ്ങളും എഴുതുക. ഹിന്ദി ഒറ്റയ്ക്ക് നിങ്ങൾ എഴുതാൻ പഠിച്ചോ? നിങ്ങൾക്ക് സ്വയം ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇപ്രകാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് നോക്കാം. അനുഭവ ബാണ്ഡയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് പോസ്റ്റർ തയ്യാർ കരേം. ഇനി അടുത്തത് എന്താണ്? പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചട്പടിനെ നദിമേ കൂതുക്കർ നടുക്കടിക്ക് ജാൻ ബചായി. ചട്പട് നദിയിലേക്ക് എടുത്തു ചാടി നടുക്കടിന്റെ ജീവൻ രക്ഷിച്ചു. മാല്ലേ ഇസ്പർ സ്കൂൾ മേ ബദായി സമാരോഹ് ഹോ രഹാ. ഇതിലെന്തുണ്ടായി? സ്കൂളില് ബദായി സമാരോഹം ഉണ്ടായി. ബദായി എന്താണ്? അനുമോദിക്കുക, അഭിനന്ദിക്കുക അല്ലേ? അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് ആ കുട്ടി ചെയ്തത് അല്ലേ? ജീവൻ രക്ഷിച്ചു, ഒരു അനിയന്റെ ജീവൻ രക്ഷിച്ചു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് അവനെ രക്ഷപ്പെടുത്തി. അപ്പൊ ഇതിന് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അനുമോദന ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയ പോസ്റ്റർ നോക്കാം. ABC സ്കൂൾ വയനാട്. ഞാനൊരു സ്കൂളിന് വയനാട് എന്നതിലാണ് കൊടുത്തത്. നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതാം. ഓക്കെ, ഇത് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. നേരെ ഒന്നും ആവണില്ല. അങ്ങനെ ബോക്സ് വേണമല്ലോ അതിന്. ഇതൊരു ബോക്സിലാണ് വേണ്ടത്. ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. അങ്ങനെ ബോക്സ് വരയ്ക്കുക. അപ്പം എന്താണ്? ABC സ്കൂൾ വയനാട്. ബായിക്ക് ജാൻ ബച്ചായി ചട്പട് കോ ബധായിയാം. സഹോദരന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ചട്പടിനെ അഭിനന്ദനങ്ങൾ. ബദായി സമാരോഹം, ഇത് ഇത്തിരി വലുതാക്കി എഴുതണം കേട്ടോ. ഈ ബദായി സമാരോഹം എന്നുള്ളത് ഒന്ന് കുറച്ച് വലുതാക്കി എഴുതണേ. ബദായി സമാരോഹ് ഇതുപോലെ ഒന്ന് കുറച്ച് വലുതാക്കി എഴുതാം. ബദായി സമാരോഹ്. സ്ഥാൻ ഇവിടെ അങ്ങനെ 2 ഡോട്ട് വേണം. സ്ഥാൻ. സ്കൂൾ സഭാഗൃഹ്. സമയിൻ്റെ അടുത്തും ഇതുപോലെ ഡോട്ട് ഇടണം കേട്ടോ. ഡോട്ട് ഇടുക. സമയ് സബേരെ 10 ബജേ. താരിഖ് 28 ജൂൺ 2025. ഉദ്ഘാടൻ പഞ്ചായത്ത് സെക്രട്ടറി എന്നാണ് കേട്ടത്. സെക്രട്ടറി. സബ്കാ സ്വാഗത്. ഇവിടെ അല്ലെങ്കിൽ പ്രധാന അധ്യാപക് എന്ന് എഴുതാം. ഉദ്ഘാടൻ പ്രധാന അധ്യാപക് എന്ന് എഴുതാം. ഓക്കെ, സബ്കാ സ്വാഗത്. അപ്പൊ എന്താണ്? നമ്മളുടെ ബധായി പോസ്റ്റർ തയ്യാറായി. ബധായി പോസ്റ്ററിൽ സ്ഥാൻ, സമയ്, താരിഖ്, സ്ഥലം വേണം, സമയം വേണം, ഡേറ്റ് വേണം, സബ്കാ സ്വാഗതം വെക്കണം. ഉദ്ഘാടകൻ ഉണ്ടെങ്കിൽ ഉദ്ഘാടകന്റെ പേരും.
ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പോസ്റ്റ് എഴുതുമ്പോൾ അതിലെ വേണ്ട കാര്യമാണ് സ്ഥാനം, സമയം, താരീഖ്. സ്ഥലം എവിടെയാണ് എന്ന് വേണം, സമയം എപ്പോഴാണെന്ന് വേണം, ഡേറ്റ് വേണം. നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണത്. ഓക്കെ. നിങ്ങൾ പോസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷവും ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मान ले आपको तैरना नहीं आता. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ആപ്കോ തൈർന നെഹി ആത്ത, നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക. നടുക്കടിക്ക് ജാൻ ബച്ചാനെ കെ ലിയെ ആപ്പ് ക്യാ കർത്തേ. അങ്ങനെയാണെങ്കിൽ നടുക്കടിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യും? നടുക്കടിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണം, പക്ഷെ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. അപ്പൊ നടുക്കടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ജോർ സേ ചില്ലാക്കർ ലോകോങ്കോ ബുലാവുങ്ക. എന്താണ് എഴുതിയത്? ഉച്ചത്തിൽ നിലവിളിച്ച് ആളുകളെ വിളിച്ചു കൂട്ടും. ഉച്ചത്തിൽ നിലവിളിക്കും. അപ്പൊ എന്താണ്? ആളുകളൊക്കെ ഓടിക്കൂടൂലേ? അങ്ങനെ അവനെ രക്ഷപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. സമച്ചേ ലിഖേ, മനസ്സിലാക്കൂ, എഴുതൂ. നമൂനെ ദേക്കേം രേഖാങ്കിത അംശിക ധ്യാൻ ദേൻ അർത്ഥഭേദ സമച്ചേ. അർത്ഥഭേദം മനസ്സിലാക്കാനാണ് ഇവിടെ ചട്പട് ദൗഡ് ലഗാത്താ ഹേ, ചട്പട് ദൗഡ് ലഗാ രഹാ ഹേ. ഇവിടെ താ എന്നാണ് തന്നിരിക്കുന്നത്, ഇപ്പുറത്ത് എന്താണ് തന്നിരിക്കുന്നത്? രഹ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ തുടർച്ചയാണ്, രഹ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള. എല്ലാത്തിനും അതുപോലെ തന്നെ. തേ ആണെങ്കിൽ രഹേ. ഇത് ഏകവചനമാണ്, പുല്ലിംഗം ഏകവചനമാണ്. ഇത് പുല്ലിംഗം ബഹുവചനമാണ്. ഇത് സ്ത്രീലിംഗം ഏകവചനമാണ്. ഇത് സ്ത്രീലിംഗം ബഹുവചനമാണ്. ഓക്കെ. സ്ത്രീലിംഗം ഏകവചനത്തിന് ഈ എന്ന് വരാ, രഹി, രഹി ഹേം, അതാണ് ബഹുവചനം. ഹേ കഴിഞ്ഞിട്ടൊരു ഡോട്ട് കണ്ടോ? ഈ ഡോട്ടാണ് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതുപോലെയുള്ള മാതൃക, ഈ മാതൃക നോക്കിയിട്ട് വേറെ ഇന്ന് ഫില്ല് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമൂനയ്ക്ക് അനുസർ വാക്യ ബദൽക്കർ ലിഖേം. ഇവിടെ തന്നിരിക്കുന്ന നിയമം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വാക്യ ബദൽക്കർ ലിഖേം, സെന്റൻസ് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നടുക്കട് രോത്താഹേ, നടുക്കട് കരയുന്നു. നടുക്കട് രോരഹാഹേ, അവ രോരഹ എന്ന കരഞ്ഞുകൊണ്ടിരിക്കുക, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. കരയുക എന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവൻ അടുക്കട് രോ രഹാ ഹേ എന്നാണ് അവിടെ പറയേണ്ടത്. അടുത്തത് ചട്പട് ആർ നടുക്കട് സ്കൂൾ സേ ആ രഹേ ഹേ. ഇവിടെ തുടർച്ച വർത്തമാനകാലമാണ് തന്നത്. ചട്പട് ഓർ നടുക്കട് സ്കൂൾ സേ ആ രഹാ രഹേ ഹേ എന്നാ തന്നത് അല്ലേ? ചട്പട് നടുക്കട് സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, വരുകയായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ്? വന്നു എന്നാവണം അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? ചട്പട് ഓർ നടുക്കട് സ്കൂൾ സേ ആ തേ ഹേ. ഈ രഹേ ഹേ എന്നതിന് പകരം തേ ഹേ എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി അടുത്തത് നാവ് ചൽ രഹി ഹേ. അപ്പൊ ഇവിടെ എന്തെഴുതും? നാവ് ചൽത്തി ഹേ അല്ലെ? ചൽ രഹി ഹേ എന്നാണ്. രഹിക്ക് പകരം എന്ത് ചേർക്കും? തീ. ചൽത്തി ഹേ. സർദിയാം ശുരു ഹോത്തി ഹേ. സർദിയാം ശുരു ഹോത്തി ഹേ. സർദിയാം ശുരു ഹോ രഹി ഹേ. സർദിയാം ശുരു ഹോ രഹി ഹേ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് സാമാന്യ വർത്തമാനകാലവും അതുപോലെ തന്നെ താൽക്കാലിക വർത്തമാനകാലവുമാണ്. സാമാന്യ വർത്തമാനകാലത്തിൽ ത, ക്രിയാധാതു പ്ലസ് ത. സാമാന്യ വർത്തമാനകാലത്തില് ക്രിയാധാതുവിന്റെ കൂടെ ത എന്ന് ചേർക്കുന്നു, രോത്ത. പിന്നെ അത് താൽക്കാലിക വർത്തമാനകാലത്തിൽ ക്രിയാധാതുവിന്റെ കൂടെ രഹ എന്ന് ചേർക്കുന്നു, ആ പ്ലസ് രഹ രഹേ രഹി. മനസ്സിലായോ? ആ പ്ലസ് രഹ, ആ പ്ലസ് രഹേ, ആ പ്ലസ് രഹി, അതൊക്കെ സ്ത്രീലിംഗ ഭേദത്തിനനുസരിച്ചിട്ട് ബഹുവചനം, ഏകവചനം, ബഹുവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം ഉണ്ടല്ലോ, അത് ലിംഗവചനങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റി എഴുതുക. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പഠിച്ച കാലം എന്നുള്ളത് മനസ്സിലായില്ലേ? സാമാന്യ വർത്തമാനകാലവും അതുപോലെ തന്നെ താൽക്കാലിക വർത്തമാനകാലം. താൽക്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ്?
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. ഓക്കെ, അതിൻ്റെ കൂടെ എന്താ വരുന്നത്? പ്രസന്റില് ക്രിയാധാതു പ്ലസ് രഹ, രഹിയെ, രഹി എന്ന് വരും അല്ലേ. ക്രിയാധാതുവിൻ്റെ കൂടെ രഹ, രഹേ, രഹി എന്ന് വരും. താൽക്കാലിക വർത്തമാനകാലത്തിലോ, താൽക്കാലികല്ല, സാമാന്യ. താൽക്കാലികത്തിൽ രഹ, രഹേ, രഹി എന്ന് വരും. സാമാന്യ വർത്തമാനകാലാണ്. സാമാന്യ വർത്തമാനകാലത്തില് ക്രിയാധാതുവിൻ്റെ കൂടെ താ എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട കാര്യം എന്താണ് അറിയോ? ഇവിടെ തന്നിരിക്കുന്ന മാതൃക നോക്കിയിട്ട് ചെയ്യാം. ഏറെയും ഗ്രാമർ പറയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ഇത് ഏത് കാലമാണെന്നും ഇതിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞത്. ആദ്യം പറയാതെ കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നടുക്കട് रोता है, नड़कड़ रो रहा है, चटपट और नड़कड़ स्कूल से आता है, चटपट और नड़कड़ स्कूल से आ रहे हैं, नाव चलता है, नाव चल रही है. നാവ് ചൽത്താ ഹെ എന്നാണ് ഇവിടെ. നാവ് ചൽ രഹാ ഹെ എന്നാണ് വരിക. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. നാവ് ചൽത്താ ഹെ എന്നാണോ നാവ് ചൽത്തി ഹെ എന്നാണ്? നാവ് ചൽ രഹി ഹെ എന്നാണ്. അപ്പൊ അപ്പുറത്ത് വരേണ്ടത് എന്താണ്? നാവ് ചൽത്തി ഹെ എന്നാണ് വരേണ്ടത് കേട്ടോ. ചൽ രഹി ഹെ എന്നല്ലേ. അപ്പൊ ഇവിടെ തീ എന്നാണ് വരിക. സർദിയാ ശുരു ഹോത്തി ഹെ, സർദിയാ ശുരു ഹോ രഹി ഹെ. മനസ്സിലായോ? ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പഠിച്ച കാലങ്ങൾ ഏതാണ്? സാമാന്യ വർത്തമാനകാലവും താൽക്കാലിക വർത്തമാനകാലവും. ഇതാണ് സാമാന്യ വർത്തമാനകാലം, ക്രിയാധാതു പ്ലസ് ത. താൽക്കാലിക വർത്തമാനകാലം ക്രിയാധാതു പ്ലസ് രഹ, രഹി, രഹി. ക്രിയാധാതു പ്ലസ് രഹ. ഓക്കെ, ഇനി ഒരു ബാധ്യത്വം കൂടിയാണുള്ളത്, അതും കൂടെ നമുക്ക് നോക്കാം. बातचीत क्वेश्चन ഒന്നുകൂടെ നോക്കാം. मान ले लड़कड़ ने घर पहुंच कर रास्ते की सारी घटनाएं माम को बता दी, दोनों के बीच की बातचीत लिखे. എന്താണ്? ലടുക്കട് ഘർ പഹുഞ്ചക്കർ, വീട്ടിലെത്തിയതിന് ശേഷം, വീട്ടിലെത്തിയിട്ട്, പഹുഞ്ചക്കർ പറഞ്ഞ എത്തിയിട്ട്, രാസ്തേക്ക് സാരി ഘടനായെ, ആ വഴിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും മാം കോ ബദാദി, അമ്മയോട് പറഞ്ഞു. ദോനോക്കെ ബീച്ച് കി ബാസിയത്ത് ലിഖേം, രണ്ടു പേരുടെയും ഇടയിലുള്ള ബാച്ചിത്ത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നടുക്കടും ചട്പടും കൂടെ പോകുന്ന സമയത്ത്, സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു സംഭവം ഉണ്ടായത്? പുഴയിലിറങ്ങി, തോണി ഇട്ടു, നനഞ്ഞു, ആകെ പ്രശ്നമായില്ലേ, വെള്ളത്തിൽ പോയി ഒക്കെ ചെയ്തു. അപ്പൊ ആ ഒരു സംഭവമാണ് അമ്മയോട് പറയുന്നത്. നമുക്ക് നോക്കാം എഴുതിയത്. ഇനി നമുക്ക് വാർത്താലാപം നോക്കാം. നടുക്കട് പറയുകയാണ്. മാം മുജെ ഏക് ബാത് കഹ്നാ ഹെ, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാം ക്യാ ഹുവാ ബേട്ട ബതാവോ, എന്താണ് മോനെ, എന്താണ് ഉണ്ടായത് മോനെ? ക്യാ ഹുവാ ബേട്ട, എന്താണ് ഉണ്ടായത് മോനെ, പറയൂ അല്ലേ. എന്താണ് ഉണ്ടായതെന്ന് പറയാണ്. നടുക്കട് സ്കൂൾ സേ വാപ്പസ് ആത്തേ സമയമേ ഗിര. നടുക്കട് എന്താ പറയുന്നത്? സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വീണു. മാം, അമ്മ ചോദിക്കാണ്, കഹാ ഗിരാ ബേട്ട, എവിടെയാണ് വീണത് മോനെ? വീണു എന്ന് പറഞ്ഞു, എവിടെയാണ് വീണത്? നടുക്കട് നദീമേം, നദിയിൽ. മാം നദീമേം കൈസേ, നദിയിലോ, എങ്ങനെ? നടുക്കട് മേ കാഗസ് കാ നാവ് ബഹുരഹാദ, ഞാൻ കടലാസ് തോണി ഒഴുക്കുകയായിരുന്നു. മാം കൈസേ ഗിര, എങ്ങനെയാണ് വീണത്? കടലാസ് തോണി ഒഴുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വീണതെന്ന് അമ്മ ചോദിക്കാം. നടുക്കട് പയർ ഫിസൽക്കർ, എങ്ങനെയാ വീണത്? പയർ ഫിസൽക്കർ, കാല് വഴുതിയാണ് വീണത്. മാം കോൻ ബച്ചായ തുമ്നെ, ആരാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്? നടുക്കട് ബയ്യാനെ പാനിമേ കൂതുക്കർ ബച്ചായ, ബയ്യാനെ പാനിമേ കൂതുക്കർ, കൂതുക്കർ ഒന്നിച്ചാണ് കേട്ടാ, കൂതുക്കർ. നടുക്കട് പറയാണ്, ബയ്യ ഏട്ടൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയാണ് അമ്മയോട്. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ ഹേ ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. മാം ഹേ ഭഗവാൻ, ഈശ്വര എന്ന് പറയാം. ഇവിടെ 2, 4, 6, 8, 10, 11 ഇത്ര മതി. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ എഴുതാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ വർക്കുകൾ ഉള്ളത്. വർക്കുകളെല്ലാം കഴിഞ്ഞു, എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. വളരെ പ്രയാസമുള്ള ഒരു ഇതാണ് 9ാം ക്ലാസ് എന്ന് പറയുന്നത്. മാർക്ക് വാങ്ങാനൊക്കെ കുറച്ച് പ്രയാസമാണ്. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, വർക്കുകളൊക്കെ ചെയ്യണം, പഠിക്കണം. ഓക്കെ.